ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹസ്വാഗതം. നമ്മുടെ ഈ ഒരു പുതിയ ലോഞ്ചിങ്ങിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് ദി എൻറ്റയർ ടീം ഓഫ് മലബാർ TVS എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ് ആദ്യം തന്നെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇന്ന് ഇവിടെ നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് ദ ഓൾ ന്യൂ ജൂപ്പിറ്റർ 110 ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റ് സ്കൂട്ടീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്കൂട്ടിയാണ് ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ച് നമ്മൾ നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അത്രയും അധികം നമ്മൾ മറ്റ് സ്കൂട്ടീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അധികം ഫീച്ചേഴ്സാണ് ഈ ഒരു പ്രോഡക്റ്റിന് ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ലേഡി എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. നമുക്കറിയാം ഇപ്പോൾ പല സ്കൂട്ടേഴ്സും അതിൻ്റെ പെട്രോൾ ടാങ്ക് ബാക്കിലും ഒപ്പം തന്നെ പലതും സീറ്റിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെട്രോൾ ടാങ്ക് വരുന്നത് പെട്രോൾ ഫ്യൂവൽ ഫില്ലിംഗ് ടാങ്ക് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഫാമിലിയോ അല്ലെ നമ്മൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഫ്യൂവൽ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചുള്ളത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. മാത്രമല്ല മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൽ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പേസ് ആണ്. കാരണം ഡിക്കിയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്പേസ് ആണ് വരുന്നത്. ഇന്ന് നിയമങ്ങളെല്ലാം വളരെ കർശനമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും 2 ഹെൽമെറ്റ് രണ്ട് പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ 2 പേരും ഹെൽമെറ്റ് ധരിക്കണം എന്ന സ്ട്രിക്റ്റ് റൂള് ഇപ്പം വന്നിരിക്കുകയാണ്. ബട്ട് നമ്മൾ പല സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഹെൽമെറ്റ് പലപ്പോഴും മിസ്സാവാനുള്ള ചാൻസസ് കുറേ കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 2 ഹെൽമെറ്റ് ഒരേ സമയം ഡിക്കിയിൽ വെക്കാനുള്ള ഒരു ഡിക്കി സ്പേസ് ഇതിന് നൽകിയിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഒട്ടനേകം ഫീച്ചേഴ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ USB പോർട്ടും ബ്ലൂടൂത്ത് കണക്ഷൻസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ലോഞ്ചിങ്ങിന് ശേഷം പറയാം. ഇത് പറഞ്ഞറിയിക്കാനുള്ളതല്ല, നിങ്ങളെല്ലാവരും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ളതാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വിത്ത് യുവർ പെർമിഷൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മൾ ആ ഒരു ഗ്രാൻഡ് ലോഞ്ചിങ്ങിലേക്ക് കടക്കുകയാണ്. ദി ഓൾ ന്യൂ TVS Jupiter 10. We are moving on to the grand launching. നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി നമ്മളിത് ആ ഒരു ലോഞ്ചിങ് നിർവഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 7 വേരിയൻറ്റ് 7 ഡിഫറെൻറ്റ് കളേഴ്സിൽ ഈ ഒരു സ്കൂട്ടേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊക്കെ തന്നെ മലബാർ മോട്ടോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കും എന്നതാണ്. ആൻഡ് ഓൾസോ സോ മെനി ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ. ലെഗ് സ്പേസ് ആയാലും എല്ലാം അത്യധികം സ്പേസസ് ആയിട്ടാണ് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. സോ നമ്മുടെ ആ ഒരു ലോഞ്ചിങ് ചടങ്ങിലേക്ക് കടക്കാണ്. ചെയ്യട്ടെ? യെസ്, നല്ലൊരു കൈയടി തന്നാൽ നമ്മുടെ ആ ഒരു ലോഞ്ചിങ്ങിലേക്ക് കടക്കാം. വിത്ത് യുവർ പെർമിഷൻ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വി ആർ ലോഞ്ചിങ് ഓൾ ന്യൂ ജൂപ്പിറ്റർ 110. TVS Jupiter 110 ഇതാ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. താങ്ക് യു ഗീതിക, വളരെയേറെ സന്തോഷം നല്ലൊരു സ്കൂട്ടർ നമുക്ക് വേണ്ടി സമർപ്പിച്ചതിന്. നമുക്കറിയാം ഗീതിക പറഞ്ഞതുപോലെ ഒട്ടേറെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലാണ്. പുതുതായി ഇൻഫിനിറ്റി ലാബ് പോലുള്ള പുതിയ ടെക്നോളജി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകതയാണ് പിയാനോ. ഏറ്റവും കൂടുതൽ ലഗേജ് സ്പേസ് ഇന്ത്യയിലെ സ്കൂട്ടറിൽ Jupiter 110cc ആണ്.